ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനോട് ഇന്ത്യ തോറ്റതിനു ശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ കളിക്കാരൻ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ആണ്. ഫീൽഡിംഗിൽ അദ്ദേഹം കാഴ്ചവെച്ച മോശം പ്രകടനമാണ് ഇതിന് കാരണം. 2 ഇന്നിംഗ്സുകളുമായി 4 ക്യാച്ചുകളാണ് ജയ്സ്വാൾ നിലനിർത്തിയത്. ഇതുവഴി മാത്രം 166 റൺസാണ് അദ്ദേഹം ഇംഗ്ലണ്ടിന് അധികമായി വിട്ടുകൊടുത്തത്. സോഷ്യൽ മീഡിയയിൽ ജയ്സ്വാളിന് ആരാധകരിൽ നിന്നും വലിയ വിമർശനമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വമാണ് ക്യാച്ചുകൾ കളഞ്ഞതെന്നും ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നും ചിലർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ജയ്സ്വാൾ ഫീൽഡിംഗിൽ ഇത്രയും വലിയൊരു പാളിച്ചയായി മാറാനുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ മധ്യനിര ബാറ്റ്സ്മാനും മികച്ച ഫീൽഡറുമായ മുഹമ്മദ് കൈഫ്. ജയ്സ്വാളിന്റെ പ്രശ്നം എന്ത് എന്ന ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. മുഹമ്മദ് കൈഫിന്റെ വിശദീകരണം മുഹമ്മദ് കൈഫ് തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് ലീഡിംഗ് ടെസ്റ്റിന്റെ യശസ്വി ജയ്സ്വാൾ ഒരുപാട് ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ഇതിന്റെ പേരിൽ ജയ്സ്വാളിനെ വിമർശിക്കരുത് എന്നും ആർക്കും സംഭവിച്ചേക്കാവുന്ന പിഴവുകളാണ് അദ്ദേഹത്തിനും സംഭവിച്ചത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. യശസ്വി ജയ്സ്വാൾ എന്തുകൊണ്ടാണ് ക്യാച്ചുകൾ പാഴാക്കിയത് എന്ന ചിന്തയാണ് ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത് എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. ആ ചോദ്യത്തിന് കൈഫ് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്യൂക്ക് ബോളുകൾ കൊണ്ടാണ് പരിശീലനം നടത്താറുള്ളതെന്നും പക്ഷെ പരിക്കേൽക്കുമ്പോൾ നമ്മൾ കൈ സ്ട്രാപ്പ് ചെയ്യാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കൈവിരലുകളും അതിനോട് ചേർന്ന് പോവുകയും സ്വാഭാവികമായ ചലനങ്ങൾ ഇല്ലാതെ പോവുകയും ചെയ്യുന്നു. കൈയിലെ ഈ സ്ട്രാപ്പ് ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുമ്പോൾ ക്യാച്ചുകൾ എടുക്കാൻ പ്രയാസമാണെന്നും ബോൾ അതിൽ തട്ടി തെറിച്ചു പോകുമെന്നും കൈഫ് പറയുന്നു. അതാണ് ഏറ്റവും വലിയ തിരിച്ചടി എന്നും അദ്ദേഹം പറഞ്ഞു. ക്യാച്ച് എടുക്കുമ്പോൾ ബോളുമായുള്ള സ്വാഭാവികമായ കണക്ഷൻ നഷ്ടപ്പെടാൻ പാടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജയ്സ്വാളിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് പരിക്കോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ കാരണം കൈവിരലുകളുടെ ചലനശേഷിക്ക് വരുന്ന കുറവ് ക്യാച്ച് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ലീഡ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സിലാണ് യശസ്വി ജയ്സ്വാൾ കൂടുതൽ ക്യാച്ചുകളും നഷ്ടപ്പെടുത്തിയത്. അദ്ദേഹം കൈവിട്ട 4 ക്യാച്ചുകളിൽ 3 ആദ്യം ഇന്നിംഗ്സിലായിരുന്നു. ഈ 3 ക്യാച്ചുകളും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ ഓവറുകളിലായിരുന്നു എന്നത് ഇന്ത്യൻ ടീമിൽ വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ പ്രധാന സ്കോറർമാർക്കെല്ലാം ഒരു തവണയെങ്കിലും ജയ്സ്വാൾ ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറി നേരിട്ട ഒരു വെല്ലുവിളിയുണ്ട്. അർദ്ധ സെഞ്ചുറി നേരിട്ട ഹാരി ബ്രൂക്ക് അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബെൻ ഡക്കേറ്റ് എന്നിവരുടെയെല്ലാം നിർണായകമായ ക്യാച്ചുകളാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത്. 2ാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയോടെ ഇംഗ്ലണ്ടിന്റെ റൺചേഴ്സിന് ചുക്കാൻ പിടിച്ച ഡക്കറ്റിന്റെ ക്യാച്ചും ജയ്സ്വാൾ നഷ്ടപ്പെടുത്തി. ഈ ക്യാച്ചുകൾ ജയ്സ്വാൾ എടുത്തിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഒരു ബാറ്റ്മാനും ടെസ്റ്റിൽ സെഞ്ചുറി നേടില്ലായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 137 പന്തിൽ 106 റൺസാണ് പോപ്പ് നേടിയത്. ബ്രൂക്ക് ആവട്ടെ 99 റൺസും എടുത്തു. 62 റൺസ് എടുത്താണ് ഡക്കേറ്റ് ആദ്യ ഇന്നിംഗ്സിൽ പുറത്തായത്. ഇവരുടെ എല്ലാം ബാറ്റിംഗ് ആണ് 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ലീഡ് വെറും 6 റൺസായി ചുരുക്കാൻ ഇംഗ്ലണ്ടിനെ സഹായിച്ചത്. 2ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് റൺചേഴ്സ് നടത്തവേ 97 റൺസ് എടുത്തപ്പോഴാണ് ഡക്കേറ്റിന്റെ ക്യാച്ച് ജയ്സ്വാളിൽ നിന്നും വഴുതിപ്പോയത്. മുഹമ്മദ് സിറാജിന്റെ ബൗളിംഗിലായിരുന്നു ഈ ഒരു സംഭവം. ജീവൻ തിരിച്ചു കിട്ടിയ ഡക്കേറ്റ് പിന്നീട് 149 റൺസുമായി ഇന്ത്യയുടെ തോൽവിക്ക് പ്രധാന കാരണക്കാരനായി മാറി. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും ഡക്കേറ്റിന് തന്നെയായിരുന്നു. ജയ്സ്വാളിന്റെ ഈ ഒരു ഫീൽഡിംഗ് പിഴവുകൾ ടീം ഇന്ത്യയുടെ പ്രകടനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തു എന്നും വ്യക്തമാണ്. മുഹമ്മദ് കൈഫിന്റെ വിശദീകരണം അദ്ദേഹത്തിന് ഒരു ആശ്വാസമായേക്കാം. എങ്കിലും അടുത്ത മത്സരങ്ങളിൽ ജയ്സ്വാൾ ഈ പിഴവുകൾ തിരുത്തി മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.